അപ്പൊ ഞാൻ നാളെ ബ്രൈഡ് പറഞ്ഞ പോലെ ഒരു ഹൽദി ഡ്രസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടേന്നല്ലോ, അതിൽ ഇത് കംപ്ലീറ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ ബാക്കിയുണ്ടത്. അപ്പൊ നമ്മൾ ആ ഒരു ഡ്രേപ്ഡ് സ്കേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ ഒരു വലിയ കടമ്പ കഴിഞ്ഞു. പിന്നെ ഉണ്ടെന്നത് അതിന്റെ ക്രോപ്പ് ടോപ്പ് ആയിരുന്നു. അത് ഞാൻ ബ്രൈഡ് തന്ന ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ചെയ്തു. അപ്പൊ ഞാൻ അതൊരു കോർസെറ്റ് കട്ടിങ്ങിലായിരുന്നു കേട്ടോ അതിന്റെ ഫ്രണ്ട് പാർട്ട് ചെയ്തത്. ബാക്ക് പാർട്ട് പിന്നെ പ്ലെയിൻ ആയിരുന്നു. അതേപോലെ തന്നെ അതിന് ആ ഒരു താഴെയുള്ള ഒരു കട്ടിങ് പോലത്തെ വർക്ക് വരുന്നുണ്ട്, അതും വെച്ചിരുന്നു കേട്ടോ. അവ ഈ കട്ടിങ് പോലത്തെ വർക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര പ്ലെയിൻ ആയിരുന്ന പോലെ തോന്നി. കാരണം ഞങ്ങൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് വന്നപ്പോൾ അങ്ങനെയാണ് അത് കട്ട് ചെയ്ത് കിട്ടിയത്. പിന്നെ ഞാൻ അതിൽ സെയിം മെറ്റീരിയലിൽ ബാക്കി വന്നിരുന്ന ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് അതൊരു പാച്ച് വർക്ക് ആയിട്ട് അതിൽ കൊടുത്തു. ഇനി ഇതിക്ക് ലാസ്റ്റ് ഉണ്ടാക്കിയത് ഇതിന്റെ ഒരു കോട്ടായിരുന്നു കേട്ടോ. കോട്ട് ആ ഒരു സ്കേർട്ടിന്റെ തന്നെ മെറ്റീരിയൽ, അതായത് പ്ലെയിൻ മെറ്റീരിയൽ ആയിരുന്നു കോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബ്രൈഡ് ആ ഒരു കോട്ടിന്റെ കൈയിന്റെ അറ്റത്തായിട്ട് ആ ഒരു ടോപ്പിന് വന്ന ആ ഒരു വർക്ക് എന്തെങ്കിലും വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ടോപ്പ് ചെയ്തപ്പോൾ കുറച്ച് ഭാഗം മാറ്റി വെച്ചിരുന്നു കേട്ടോ, അതിന്റെ ഒരു കൈയിന്റെ തട്ടത്ത് വെക്കാൻ. ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് എടുത്തിട്ട് അത് ഒരു പാച്ച് വർക്ക് പോലെ ഈ ഒരു കോട്ടിന്റെ കൈയിന്റെ അറ്റത്ത് വെച്ച് കൊടുത്തു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഹൽദി ഡ്രസ്സിന്റെ ഫൈനൽ ഔട്ട്കം ഇങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സ്റ്റീം അയൺ ചെയ്യാൻ കൊടുക്കുന്നതിന് മുന്നേ കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നൂർത്തി കാണിച്ചു തരാന്ന് പറഞ്ഞ കുറച്ച് ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ചുളിവോ ചെറുതായിട്ടുണ്ട്.